എന്താ മക്കളെ, ആർക്കും പേടിപ്പഞ്ഞൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാരും ഒന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ലേ? ഇല്ല മിസ്സേ, പേടിപ്പഞ്ഞൊന്നുമില്ല. എല്ലാരും വന്നിക്കണു മിസ്സേ. എടീച്ച് പരീക്ഷ ഫുൾ എഴുതിക്കണോ? അനക്ക് എന്തൊരു പേടിയില്ലേ? എനിക്ക് പേടിയില്ലാത്ത കാര്യം അവളോട് പറയണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് എന്തായാലും ഫുൾ മാർക്ക് ഉണ്ടാവും. ഞാൻ ഫുൾ എഴുതിയിട്ടില്ലേ. എന്തായാലും നീ ഇങ്ങനെ ആലോചിക്കണേ? ഏയ് അതൊന്നുമില്ല ടീച്ചർ, പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്നത്. എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ട്. എനിക്ക് പേടിച്ചിട്ട് കയ്യും കാലൊക്കെ വരച്ചിട്ട് നിൽക്കാൻ പാടില്ല. എന്നിട്ട് ഈ പേടിയില്ലാന്ന് അറിയണേ. ഇക്കും എന്നേടി ഞാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ട് നിൽക്കാൻ അറിയില്ല. എന്തൊക്കെ എഴുതി വെച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ടീച്ചർ കുട്ടികളെ അടിയിലിട്ട് തന്നെ ഒരുപാട് കളിയാക്കിയിരുന്നു. ആ ഡീക്കും പേടിയൊക്കെ ഉണ്ട്. സാരില്ല. ഈ ഫുൾ എഴുതിയെന്നാ? ഇല്ലടാ, ഞാൻ ഫുൾ എഴുതിയിട്ടൊന്നുമില്ല. ഞാൻ കുറച്ചൊന്നും എഴുതിയിട്ട്. അനക്കിനേക്കാളും മാർക്ക് ഉണ്ടാവോ? അതെങ്ങനെ വെച്ചാലും പേപ്പർ ഇട്ടുണ്ടല്ലോ വരാനിക്കോ. ഞാൻ എഴുതാനൊന്നും കിട്ടാത്തോണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഫുൾ എഴുതി വെച്ചിരിക്കുന്നു. അത് കളിക്കും വെച്ചാ ഞാനും അങ്ങനെ തന്നെ എഴുതിയിരിക്കണം. മനസ്സിൽ എഴുതാനൊന്നും കിട്ടാത്തോണ്ടേ ടീച്ചർ ഇന്നെ തന്നെ നോക്കിയിരിക്കുക. അപ്പൊ ഞാൻ എന്താട്ടി പേപ്പറിലുള്ള ഫുള്ളാണ് എഴുതി വെച്ചു. ആമിനാക്കൊക്കെ ഉണ്ടാവും. ഓളൊക്കെ വെറുതെ അറിയണം. ഓൾക്കൊക്കെ ഫുൾ മാർക്കേക്കാരം. അപ്പൊ മക്കളെ പേപ്പർ തരാൻ പോവാണ്. ഞാൻ വിളിക്കണോലും ഇങ്ങോട്ട് വരിക. അങ്ങോട്ട് വരാനൊന്നും വയ്യ. ഫസ്റ്റ് തമ്പുരു മോളെ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നാ കുറച്ച് പറയണ്ടക്ക്. 5 മാർക്ക് IMB-യിൽ എന്ത് പഠിച്ചാണ് സ്കൂളിൽ വരുന്നത്? ഇജ്ജ് എന്തിനാ കെട്ടിയൊരുങ്ങി രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നത്? നമുക്ക് അവിടെ അമ്മനെ സഹായിച്ചു കൂത്തിരുന്നൂടെ? പഠിച്ചാൽ വയ്ക്കണോലെ ഇങ്ങോട്ട് വരിക, അല്ലാത്തൊരു വരാൻ നിൽക്കരുത്. ഇതൊക്കെ വായിച്ചും വെക്കന്നെ തലക്ക് പിരാണ്ട് പിടിച്ചാ. എന്തൊക്കെയോളെ എഴുതി വെച്ചിക്കണത്? പുസ്തകത്തിലില്ലാത്ത മൊത്തം എഴുതിക്കണം. അത് മിസ്സേ, ഇന്നലെ പെരയില് കറണ്ട് ഉണ്ടായിരുന്നില്ല, അവിടെ പഠിച്ചാൻ പറ്റിയില്ല. കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് മണ്ണെണ്ണ കത്തിച്ചു പഠിച്ചൂടെ? പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ സൗകര്യം ഇതും പോരായിട്ട് ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ചാ. ഇനി അടുത്ത വരുന്നത് ഫൈനൽ എക്സാം ആണ്. അപ്പൊ ഈ 5 മാർക്ക് കൊണ്ടൊക്കെ എന്നാ ജയിക്കുവോ? ഒന്ന് പഠിച്ചുകൂടെ എനിക്ക് പോയിട്ട്? നാളെ വരുമ്പോ തെറ്റിയതൊക്കെ 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിട്ട് വന്നാൽ മതിട്ടോ ക്ലാസ്ക്ക്. ഓക്കെ മിസ്. എന്നാ കൊണ്ടേക്കോ. ആമിന. യെസ് മിസ്. ആമിന ഗുഡ് ഗേൾ. ഈ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടി ആമിനയാണ് കേട്ടോ. ഇതുപോലെ ഇനി ഫൈനൽ എക്സാമിനും 50-ൽ 50 മേടിക്കൊണ്ട് കേട്ടോ. നമ്മളെ ക്ലാസ്സിലെ ടോപ്പാണ് ആമിന. ആമിനക്ക് എല്ലാവരും ക്ലാപ്പ് കൊടുത്തേ. മോളെ ആമിന പോയിരുന്നോളൂ കേട്ടോ. ഓക്കെ മിസ്. വിഷ്ണു എന്തിനാ പോന്നിങ്ങട്ട്? അവിടെ ഇരുന്നൂടായിരുന്നോ? ഈ 1 മാർക്ക് മേടിച്ചാണ് അങ്ങോട്ട് പോന്നിക്കണ്. എന്താ നിങ്ങളോടൊക്കെ പറ കുട്ടികളെ? എന്നിട്ട് എനിക്കുണ്ടോ ഒരു കൂസലും ഇല്ലാതെ നിൽക്കണത്? എന്തേലും ഒരു ഉസിലും പുളിയും വേണ്ട ഇതിനൊക്കെ. 50-ൽ 1 മാർക്കേ, ബാക്കി 49 മാർക്ക് എന്തേ ചെയ്ത് തിന്നേ? ഇത് ഒരൊറ്റ ഒന്ന് പേപ്പറിൽ എഴുതിയിച്ചില്ല. ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെച്ചിക്കുക. ഒരൊറ്റ ഉത്തരമല്ല. എന്നിട്ട് എന്തിനോ ഒന്നിനില്ല ഉത്തരം ഞാൻ എഴുതിയിട്ടാണ് ആ 1 മാർക്ക് വന്നിക്കണത്. അല്ലെങ്കിൽ വട്ട പൂജയെന്നു. ആടെ അണക്ക് ഞാൻ 49 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയിട്ട് 50 മാർക്കിന് ഇട്ടുതരാം. എന്നാ എനിക്ക് സമാധാനമായല്ലോ. എന്തോ എൻ്റെ പറച്ചിൽ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് 2 അടി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ എന്തെങ്കിലും കേസ് ഉണ്ടാക്കും. പടി കൊടുക്കാനും പറ്റാത്ത അവസ്ഥയ്ക്കണം. അല്ലെങ്കിൽ 2 പൊട്ടിച്ചായിരുന്നു തന്നെ. ഇതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കണില്ല മനസ്സിന്. എന്നാ കൊണ്ടേക്കോ. അബു. ആ 6 മാർക്ക് ഉണ്ട്. എവിടെ നിന്നാണ് ഈ 6 മാർക്ക് കിട്ടിക്കണത്? ആരിലാ നോക്കി കോപ്പി അടിച്ച്? ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ ഈ 6 മാർക്കും ഉണ്ട്. ഇത് ആരിലും നോക്കിയിട്ട് എഴുതിക്കണത്? ആ എൻ്റെ അപ്പുറത്ത് ആമിനേന്നുല്ലേ? ഓളിൽ നോക്കി എഴുതിക്കേക്കാറല്ലേ? അത് കണ്ടപ്പോഴും തോന്നി എന്നെ കൊണ്ട് അവൾക്ക് എഴുതാൻ വയ്ക്കുന്നു. എന്നിട്ട് എന്തേത് വിഷ്ണുവിന് പറഞ്ഞു കൊടുക്കായിരുന്നേ? ഞാൻ അടുത്ത പ്രാവശ്യം എക്സാമിനെ അൻ്റെ ഓളി സ്ഥലം മാറ്റണം. ഓളല്ലാതെ അച്ചട്ട അൻ്റെയിൽ എഴുതി വെച്ചിരിക്കണത്. പിന്നെ ഓൾ എഴുതിയൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ബാക്കിയൊന്നും എഴുതായിരുന്നു. അതൊക്കെ അപ്പൊ തന്നെ മനസ്സിലായിരുന്നു. തെറ്റിയതൊക്കെ 10 വട്ടം ഇമ്പോസിഷൻ എഴുതിയിട്ട് വന്നാൽ മതിട്ടോ. അത് ഞാൻ കേട്ടിക്കണു. നിങ്ങൾ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. നാളെ വരുമ്പോൾ എല്ലാവരും 10 വട്ടം ഇമ്പോസിഷൻ എഴുതി വന്നാൽ മതി തെറ്റിയ ഉത്തരങ്ങൾ കേട്ടോ. ആമിന എന്നെ ഒന്ന് ഓഫീസിൽ വന്ന് കാണുന്നുണ്ട് കേട്ടോ. ശരി എന്നാ ഓക്കെ.